ശ്രീ മുജീബ് റഹ്മാൻ, ഇവിടെ സ്വാമി ചിദാനന്ദപുരി പറയുന്നത് ഹൈന്ദവ കുടുംബങ്ങളിൽ 3 അതിൽ അധികമോ മക്കൾ ഉണ്ടാകണം. 4 മക്കൾ ഉണ്ടെങ്കിൽ അതിലൊരാളെ സന്യാസത്തിന് വിടണം എന്നത് ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങളാണ്. ഇത് ഈ ജനസംഖ്യ കുറയുന്നത് ഹൈന്ദവ വിഭാഗത്തെ അപകടത്തിലാക്കും എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് സ്വാമി ചിദാനന്ദപുരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതര മതവിഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിലൊക്കെ ജനസംഖ്യ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്, കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ട് എന്നുകൂടിയാണ്. ചിദാനന്ദപുരിയുടെ പ്രസ്താവന ഞാനിപ്പോ ന്യൂസ് 18 ചാനലിന്റെ ഈ വാർത്തയിലൂടെ കേൾക്കുന്നത്. സ്വാമികൾ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ടും അതല്ലെങ്കിൽ അദ്ദേഹം ഒരു മതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയിലേക്ക് അതിന്റെ അനുയായികളോടുള്ള ഒരു ആഹ്വാനമായിട്ട് അതിനെ എതിർക്കപ്പെടേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ അല്ല നമ്മുടെ തർക്കം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന് നിരക്കുന്ന ഒരു സന്ദേശം ആണോ സ്വാമി നൽകിയത് എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിക്കും അഭിപ്രായം പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസി സമൂഹത്തെ നിലനിർത്തി പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാകാം. ആ സമൂഹത്തിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാത്തതിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകാം. അതൊക്കെ സ്വാഭാവികമാണ്. അതിലൊന്നും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഒരു ചിദാനന്ദപുരിയെ പോലെ ഒരാൾ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തെക്കുറിച്ച്, ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തെക്കുറിച്ച്, ഹൈന്ദവ വിഭാഗത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് പറയുമ്പോഴും അത് സാമൂഹികമായി ഈ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നതാണോ എന്നതാണ്. 2 കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എത്ര കുട്ടികൾ ഉണ്ടാകണമെന്നുള്ളത് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ ഇണയും കൂടി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതില്ല. അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ അനുശാസനകൾക്ക്, ഇപ്പൊ ഹിന്ദു മതത്തിന്റെയോ ക്രൈസ്തവ മതത്തിന്റെയോ ഇസ്ലാം മതത്തിന്റെയോ അനുശാസനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമല്ലല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് ഹൈന്ദവ മതത്തിന്റെ നിലവിൽ ഇപ്പോ രാജ്യത്ത് പുതിയ നിയമങ്ങൾ പലരൊക്കെ പഠിച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ ഹൈന്ദവ മതത്തില് നിലവിലുള്ള അവസരം 2ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു മുൻകാല നേതൃത്വത്തിന്റെയോ അതല്ലെങ്കിൽ ആ മതത്തിന്റെയോതായിട്ടുള്ള ഒരു തീരുമാനമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം 3ൽ കുറയാത്ത കുട്ടികൾ ഉണ്ടാകണം എന്ന് ആ മതത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ഏറ്റവും മുന്നിൽ പറയുന്നു. നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലാവുമ്പോൾ ഒരു കുട്ടിയെ പട്ടാളത്തിലേക്ക് അഴക്കണമെന്ന് രാജ്യസ്നേഹമുള്ള ഒരാൾ ചർച്ച ചെയ്യപ്പെടുന്നവരെ ഇവിടുത്തെ സന്യാസ സമൂഹത്തിന്റെ അവസ്ഥയിൽ സന്യാസത്തിലേക്ക് ആളുകൾ കുറയുമ്പോൾ ആ സന്യാസത്തിലേക്ക് മക്കളിൽ ഒരാളെ വിടണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി മാത്രം എടുത്താൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം. അവിടെ കാരശ്ശേരി സൂചിപ്പിച്ചൊന്നുണ്ട്. അതായത് ഈ കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ ദുരിതം അനുഭവിക്കുന്നത് പലപ്പോഴും സ്ത്രീകളാണ് എന്നുള്ള വിമർശനമുണ്ട്. അല്ല, കുട്ടികളെ പ്രസവിക്കുന്നത് ആ സ്ത്രീ അമ്മയാണല്ലോ. ആ അമ്മയുടെ അനുമതിയോടുകൂടിയാണല്ലോ ആ ഒരു കുടുംബത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു സമുദായം എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മറ്റൊരു സൊസൈറ്റി എന്നുള്ള അവസ്ഥയിലല്ല. എനിക്കോ അല്ലെങ്കിൽ കാരശ്ശേരി സാറിനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സംസാരിക്കുന്ന താങ്കൾക്കോ എനിക്ക് 3 കുട്ടികൾ വേണമെന്ന് ഞാനും എന്റെ ഭാര്യയുമായിട്ടാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ട് അവര് 3 or 30 കുട്ടികൾ ഉണ്ടാകുന്നതിന് മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അത് രാജ്യത്ത് അങ്ങനെ അതല്ലെങ്കിൽ രാജ്യത്ത് നിയമം വരണം. ഈ പറയപ്പെടുന്ന രീതിയിലൊക്കെ 2 കുട്ടികളുണ്ടായോ അത് ക്രിമിനൽ കുറ്റമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രാജ്യത്തിന്റെ ഒരു നിയമത്തിന്റെ പേരിൽ ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വാർത്തകൾ മുസ്ലിം സമുദായത്തിലെ കുട്ടികളുടെ എണ്ണത്തിലെ വർധനവ് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ല, ഇത് മുസ്ലിം സമുദായത്തിന്റെ വിഷയമല്ലല്ലോ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമുദായത്തോടുള്ള ഒരു മതാചാര്യം എന്നുള്ള അവസ്ഥയിലേക്കുള്ള ഒരു ആഹ്വാനം. അതെ, പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൽ മുസ്ലിം സമുദായത്തെ ചൂണ്ടേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തില് കുട്ടികളുടെ എണ്ണത്തിലോ അതല്ലെങ്കിൽ മറ്റ് ഒരു വ്യക്തിയുടെ കാര്യത്തിലോ ഒന്നും ഇടപെട്ടിട്ടുള്ളത് അവരുടേതായിട്ടുള്ള ചിന്തകൾക്ക് അനുസരിച്ചുകൊണ്ട് അവർക്ക് തീരുമാനം എടുക്കാവുന്നതാണ്. സ്വാമി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ ഇവിടെ ക്രൈസ്തവ വിഭാഗം ഉണ്ടല്ലോ, അങ്ങനെ എല്ലാ മതത്തിന്റെയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ ആ മതവിശ്വാസികൾ മുകളിലേക്കെടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ ആഹ്വാനങ്ങളെ നമുക്ക് വിമർശിക്കപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. സ്വാമി ചിദാനന്ദപുരിയുടെ പരാമർശം, പ്രത്യേകിച്ച് മാർഗദർശക് മണ്ഡൽ അതുമായി ബന്ധപ്പെട്ട യാത്രയുടെ ഭാഗമായി കോട്ടയത്ത് സംസാരിച്ചപ്പോഴാണ് ഹൈന്ദവ കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികളെങ്കിലും ഉണ്ടാകണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചത്. 4ാമത്തെ ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ സന്യാസത്തിന് അയക്കണം എന്ന നിർദ്ദേശവും നൽകുന്നു. ഒപ്പം ഗദ്ദാഫിയുടെ പരാമർശം അടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ജനസംഖ്യയിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത് എന്നും ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരുടെ എണ്ണം കുറയുന്നു എന്നുമുള്ള പരാമർശം കൂടിയാണ് സ്വാമി ചിദാനന്ദപുരി നടത്തിയത്.